Hello my dear students, welcome back to Organization Behavior. 36ാമത്തെ സെഷനാണ്. നമ്മൾ ഏകദേശം നമ്മളുടെ ലീഡർഷിപ്പ് തിയറീസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് കോണ്ടിജൻസി തിയറിയാണ് കണ്ടത്. ഇനി അതിൽ ഒന്ന് രണ്ട് ജനറൽ ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ആട്രിബ്യൂഷൻ തിയറി ഓഫ് ലീഡർഷിപ്പ്. ആട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ആരോപണങ്ങൾ. അതായത് ലീഡർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഫോളോവേഴ്സിൽ നിന്നും ഓരോ ആരോപണങ്ങൾ അവരുടെ ബിഹേവിയറെ കുറിച്ച്, അവരുടെ മെയിനായിട്ടും അവരുടെ ബിഹേവിയറെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് ലീഡർ ഫോം ചെയ്യുക. ഓക്കെ, അത് ആ ബിഹേവിയർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണലായിട്ടോ എക്സ്റ്റേണലായിട്ടോ സ്റ്റേബിളായിട്ടോ അൺസ്റ്റേബിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ആരോപണങ്ങളെ ബേസ് ചെയ്തിട്ട് ആ ഫോളോവേഴ്സിൻ്റെ അടുത്ത് ഈ ലീഡർ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി സ്റ്റൈലിൽ ബിഹേവ് ചെയ്യുക. അതാണ് ആട്രിബ്യൂഷൻ തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ആട്രിബ്യൂഷൻ തിയറി ഓഫ് ലീഡർഷിപ്പിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഡർ ആളുടെ ഫോളോവേഴ്സിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്ത് ഓരോ ആട്രിബ്യൂഷൻസ് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അവരുടെ ബിഹേവിയർ എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടായി, അവരെന്തുകൊണ്ട് ഇതിങ്ങനെ പെർഫോം ചെയ്തു എന്നൊക്കെ ഉള്ളത് ആൾ കിട്ടുന്ന അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്ത് ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടായിരിക്കും ഫോളോവേഴ്സിൻ്റെ അടുത്ത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാഴ്ചവെക്കുന്നത്. അതാണ് ഈ ആട്രിബ്യൂഷൻ തിയറി. ഓക്കെ, സോ ഇവിടെ അപ്പം അങ്ങനെ വരുമ്പം നമ്മളുടെ ആ ലീഡറിൻ്റെ എബിലിറ്റി എന്ത് ചെയ്യുന്നു, ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മളുടെ ഫോളോവേഴ്സ് മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പം ഇത് ഒരു 2 സ്റ്റെപ്പ് ആട്രിബ്യൂഷൻ മോഡലായിട്ടാണ് കാണുന്നത്. ഇത് ഗ്രീൻ ആൻഡ് മിച്ചൽ എന്ന് പറഞ്ഞ രണ്ട് ഓതേഴ്സ് 1979 പ്രപ്പോസ് ചെയ്തതാണ്. അത് 2 സ്റ്റെപ്പ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ലീഡർ ഓരോ ഫോളോവേഴ്സിൻ്റെയും അവരുടെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂഷൻസ്, ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ളത് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പം ആ ഫോളോവറിൻ്റെ പെർഫോമൻസ് ഇൻറ്റേർണലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ എക്സ്റ്റേണൽ റിലേറ്റഡ് ആയിട്ടുള്ളതോ സ്റ്റേബിൾ ആയിട്ടുള്ളതും അൺസ്റ്റേബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ആട്രിബ്യൂഷൻസ്, ആരോപണങ്ങൾ ഫോം ചെയ്യുന്നു. എന്നിട്ട് അതിന് അനുസരിച്ചിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത്, അതിന് ഉചിതമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു മോഡൽ അനുസരിച്ച് ലീഡർ ഫോളോവേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നു, ഫോളോവേഴ്സിൻ്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നു. അത് ഇൻഫർ ചെയ്തിട്ട് അതിനെ വിശകലനം ചെയ്ത ശേഷം ആ ബിഹേവിയറിൻ്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ആ ബിഹേവിയർ ചിലപ്പോൾ ഇൻറ്റേർണൽ പേഴ്സണൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണലൊക്കെ ആവാം. അപ്പം അതിന് റെസ്പോണ്ട് ആയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ലീഡർഷിപ്പ് സ്റ്റൈലിൽ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഈ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ ഫോളോവേഴ്സിന് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ചാരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറി. ചാരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറി, ചാരിസ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആകർഷണം, അതായത് ആ ലീഡറിന് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ളൊരു ആകർഷണം ഉണ്ടാവും പലരിലും. അപ്പം ആ വ്യക്തിപരമായിട്ടുള്ളൊരു ആകർഷണം കൊണ്ട് പലരും അദ്ദേഹത്തിനെ ഭയങ്കര ഉന്നത നിലയിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലീഡേഴ്സ് അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങൾ കൊണ്ട് അവരുടെ ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും, ഫോളോവേഴ്സിനെ പ്രേരിപ്പിക്കുന്നുണ്ടാവും. ആ രീതിയിൽ ഈ പറയുന്ന ഫോളോവേഴ്സിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചാരിസ്മാറ്റിക് ലീഡേഴ്സിന് ഒരു എക്സ്ട്രാordinary ക്യാരക്ടറിസ്റ്റിക് ആണ്. അതായത് ശരിക്കും നമ്മുടെ ഫോളോവേഴ്സിന് ഇത്തരത്തിലുള്ള ലീഡേഴ്സിൻ്റെ അടുത്ത് ഒരു ഡിവോഷൻ തന്നെയാണ് ഫോളോ ചെയ്യുക. കാരണം ആ ഒരു ചാരിസ്മ, ആ ഒരു പ്രഭ അല്ലേ, ആ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു പ്രഭ അവർക്ക് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ലീഡർഷിപ്പിനെ നമ്മളൊരു ഡിവൈൻ ഇതിലായിട്ട് കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ലീഡർ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അതൊക്കെ എല്ലാം പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും ഫോളോവേഴ്സ് എടുക്കുന്നത്. കാരണം അവർക്ക് അങ്ങനെയുള്ള ലീഡേഴ്സിനോട് അത്രയും വിശ്വാസം ബഹുമാനമൊക്കെ ഉള്ള ഒരു രീതിയിലാണ്. ഓക്കെ, സോ പലപ്പോഴും നമ്മൾ ഈ ചാരിസ്മാറ്റിക് ലീഡേഴ്സിന് ഒരു ഡിവൈൻ ഒറിജിനായിട്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ചാരിസ്മാറ്റിക് ലീഡേഴ്സിന് ഒരു സ്പെഷ്യൽ ചാം ആൻഡ് ഗ്ലോ ഉണ്ടാവും. ആ ഒരു ഗ്ലോയിൽ മറ്റുള്ളവർ ശരിക്കും ആകർഷിക്കപ്പെട്ട് അവരെ എന്താ പറയുക ഫുള്ളായിട്ട് അങ്ങ് വിശ്വസിക്കുക ചെയ്യുന്നത് ഈ ഫോളോവേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു നാച്ചുറൽ ചാരിഷ്മ പല ആൾക്കാരിലും കാണപ്പെടുന്നുണ്ട്. ഇത് നല്ലൊരു ക്വാളിറ്റി കൂടിയാണ്. കാരണം ഈ
ഈ ചാരിസ്മാറ്റിക് ലീഡേഴ്സിന് അവരുടെ ഫോളോവേഴ്സിൻ്റെ മൂഡ്സും ഇമോഷൻസൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ലീഡേഴ്സാണ് ഇവർ. ഈ ചാരിസ്മാറ്റിക് ലീഡേഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോഴും മറ്റുള്ളവരൊപ്പം തന്നെ ഇഫേർട്ട്ലെസ് ആയിട്ട് വർക്ക് ചെയ്ത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നവരാണ്. പിന്നെ എപ്പോഴും അവർ സെൽഫ് മോണിറ്റർ ചെയ്യുന്നവരാണ്. പിന്നെ എപ്പോഴും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടരാണ്. പിന്നെ സോഷ്യൽ പവറുള്ള ആൾക്കാരെ അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് സ്ട്രോങ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. പിന്നെ അതുപോലെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ശരിയായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളും, ടീം സ്പിരിറ്റ് നന്നായിട്ടുള്ളവരാണ്. പിന്നെ ശരിക്കും ആ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അവർ ആ ഗ്രൂപ്പിലേക്ക് ഈ പറയുന്ന പവർ, കൺട്രോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അപ്പോൾ 5 തരത്തിൽ ചാരിസ്മാറ്റിക് ലീഡേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോഷ്യലൈസ് ചാരിസ്മാറ്റിക്സ് ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ പവർ യൂസ് ചെയ്യുക, അല്ലാതെ അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കില്ല. അതേസമയം പേഴ്സണലൈസ് ചാരിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ട് അവരുടെ പവർ യൂസ് ചെയ്യുക. ഓക്കെ, അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. ഇനി ഓഫീസ് ഹോൾഡർ ചാരിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് അവർ ഏത് ഓർഗനൈസേഷനിലാണോ ഒരു ഓഫീസ് ഓക്യുപ്പൈ ചെയ്യുന്നത് ആ ഓഫീസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്നവരാണ് ഓഫീസ് ഹോൾഡർ ചാരിസ്മാറ്റിക്സ്. ഓക്കെ, ഇനി 4ാമത്തത് പേഴ്സണൽ ചാരിസ്മാറ്റിക്സ് ആണ്. പേഴ്സണൽ ചാരിസ്മാറ്റിക്സ് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് ആയിരിക്കും. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും അവരുടെ ഫോളോവേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരുടെ ഹൈ എസ്റ്റീമിലേക്ക് അവർ എത്തുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നന്നായിട്ടങ്ങ് വളരുന്ന സമയത്ത് ഫോളോവേഴ്സിന് കൂടുതലായിട്ടുള്ള വിശ്വാസം അവരിലേക്ക് വരുന്നതാണ്. അതാണ് പേഴ്സണൽ ചാരിസ്മാറ്റിക്സ്. ഓക്കെ, ഇനി ഡിവൈൻ ചാരിസ്മാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഈ ഭക്തിസാന്ദ്രമായിട്ടുള്ള രീതിയിൽ ലീഡേഴ്സ് ആവുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാട് നമ്മളങ്ങനെ കാണാറുണ്ട് അല്ലേ. ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് എത്തുന്ന ആൾക്കാർ. ഇനി നമ്മളുടെ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ, ഓർഗനൈസേഷൻ്റെ ലീഡർഷിപ്പിലുള്ള എമേർജിങ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് എന്താണ്? 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഡർഷിപ്പും ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പുമാണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ലീഡർഷിപ്പിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ പല ലീഡർഷിപ്പ് തിയറീസ്, ഇപ്പം നിലവിലുള്ള ഒരുപാട് ലീഡർഷിപ്പ് തിയറീസ് നമ്മൾ കണ്ടിരുന്നു. അതിൽ പല മോഡൽസും പറഞ്ഞിരുന്നു, അതിൽ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയറും പറഞ്ഞിരുന്നു. അത് ഓരോ സിറ്റുവേഷൻ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ഓരോ സിറ്റുവേഷനിൽ ശരിക്കും നമ്മുടെ ലീഡറിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം അതിൽ പറയുന്നില്ല തിയറീസിൽ. അപ്പോൾ അതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഡർഷിപ്പിൽ പറയുന്നത്. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് കൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സിറ്റുവേഷൻസിൽ നമുക്ക് ലീഡറിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പേഷ്യൻറ്റിനെ എമർജൻസി റൂമിൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഉടനെ എന്താണ് അവിടുത്തെ നേഴ്സ്, ഡോക്ടേഴ്സ്, അറ്റൻഡേഴ്സ് എല്ലാം ഓടി വന്ന് എന്ത് ചെയ്യുന്നു, അവർ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ബിഹേവിയറിൽ അവർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ലീഡറിനെ എന്ത് ചെയ്യുന്നത്, ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് എമർജൻസി വാർഡിൽ. അപ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഓർഗനൈസേഷനിൽ നമ്മളുടെ പല സാഹചര്യങ്ങളും നോക്കുമ്പോൾ ശരിക്കും നമുക്ക് പല സാഹചര്യങ്ങളും ലീഡർഷിപ്പിൻ്റെ ആവശ്യമേ വരേണ്ട ആവശ്യം തോന്നണില്ല. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ലീഡേഴ്സിൻ്റെ ഒരു ക്യാരക്ടേഴ്സിനെ അവിടുത്തെ സബോർഡിനേറ്റ്സ് തന്നെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ ക്യാരക്ടേഴ്സുമായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല എബിലിറ്റി ഉള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു ലീഡറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യണം എന്ന് വിചാരിക്കുന്ന സബോർഡിനേറ്റ്സിന് ഒരു ലീഡർ അവിടെ ഉണ്ടെങ്കിൽ ആൾ ഇൻഎഫക്റ്റീവാണ്. ആ ലീഡറിൻ്റെ സാന്നിധ്യം തന്നെ അവർക്ക് ആവശ്യമില്ല. അപ്പം അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം ഒരു റുട്ടീൻ ജോബ് ചെയ്യുന്ന എംപ്ലോയീസിന്
അവർ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്, അവർ തന്നെ ഡയറക്റ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചെയ്തോളും, അവിടെ ലീഡർഷിപ്പിന് യാതൊരു സ്ഥാനവും ഇല്ല. ഓക്കെ, അതേസമയം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലീഡർഷിപ്പിന് സ്ഥാനമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടാസ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ ലീഡർഷിപ്പിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് തമ്മിൽ നല്ല ഗ്രൂപ്പ് കൊഹീഷൻ ഉണ്ട്, അവിടെ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള റിവാർഡ് സ്ട്രക്ചറാണ്, പോളിസീസ് വളരെ ഫോമലാണ്, റിജിഡ് ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും യാതൊരു ലീഡർഷിപ്പിൻ്റെ ആവശ്യമില്ല, അവിടെ സബോർഡിനേറ്റ്സ് തന്നെ ലീഡർഷിപ്പിൻ്റെ ക്യാരക്ടേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളും. അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഡർഷിപ്പ്. ദാറ്റ് മീൻസ് പല സാഹചര്യങ്ങളിലും, മെജോറിറ്റി സാഹചര്യങ്ങളിലും ഇപ്പോഴത്തെ ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് അവിടുത്തെ സബോർഡിനേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നാണ് ഇത് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. നമുക്കിപ്പോൾ ഒരുപാട് പല ലീഡർഷിപ്പ് ഇതും പറഞ്ഞല്ലോ, ചാരിസ്മാറ്റിക് ലീഡർഷിപ്പ്, ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പ്, സിംബോളിക് ലീഡർഷിപ്പ്, അതുപോലെ ഒരെണ്ണമാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സെൻസ് ഓഫ് മിഷൻ, അതുപോലെ ഒരു നല്ല ടീമിൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ പുതിയതായിട്ട് ചിന്തിക്കുന്ന ചിന്താ ശൈലി, അത് ഇൻസ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ.